ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള സലഫി മക്കനയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആണ്. ശരിക്ക് വളരെ കുറച്ച് തയ്ക്കാനുള്ളൂ, പക്ഷെ പല പല സംശയങ്ങളും വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് നല്ലോണം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും, ഏത് അളവിലും ചെയ്യാം. അത് നമുക്ക് ഇതിന് വേണ്ടുന്ന 3 അളവുകൾ നമ്മൾ മനസ്സിലാക്കി ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും തടിയുള്ളവർക്കാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ടാകുമ്പോൾ. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് ആകെ നമുക്ക് വേണ്ടത് ഫേസ് റൗണ്ട്, അതായത് അത് ഫേസ് റൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷോൾ ഇങ്ങനെ പിന്ന് കുത്തി നോക്കിയിട്ട് അത് എത്രയാണോ റൗണ്ട് വരുന്നത് അതെടുക്കുക. അപ്പോൾ അതിൻ്റെ പകുതി മാത്രമാണ് നമ്മളിവിടെ എഴുതി വെക്കുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് ലെങ്ത്ത്, അതായത് ഈ മക്കനക്ക് എത്ര ലെങ്ത്ത് വേണമെന്നില്ല, അതിൻ്റെ ലെങ്ത്ത് അറിയാതെ നമ്മുടെ ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് താഴോട്ടേക്ക് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം എന്നുള്ളത് എടുക്കുക. ഞാൻ ഇത് 35 എടുത്തിട്ടുള്ളത്. ബാക്കിൽ ഞാൻ 50 എടുത്തിട്ടത്. ഇതിനേക്കാണ് വലുതാക്കിയിട്ടും ചെയ്യുക, ചെറുതാക്കിയിട്ടും ചെയ്യുക. അപ്പോൾ ബാക്ക് ലെങ്ത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റിയുടെ പോയിന്റ് ഇല്ലേ, മൂക്കിൽ നേരെ മേലെ നെറ്റി തുടങ്ങുന്നത്, അവിടെ നിന്ന് ടാപ്പ് വെച്ചിട്ട് താഴോട്ടേക്ക് ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ഈ ഫേസ് റൗണ്ട് എന്നുള്ളത് റൗണ്ടിൻ്റെ നേർ പകുതിയാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് 12 എന്നുള്ളത്. വിത്ത് തയ്യൽ തുമ്പാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഫേസ് റൗണ്ട് നമുക്കൊരു വലിയ ആൾക്കൊരു 11.5 11 അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓരോരുത്തർ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ 60 ഇഞ്ച് വീതിയുള്ള ക്ലോത്തിലാണ് നമുക്കിത് വലിയ ആളുകൾക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത്. കുട്ടികൾക്കാവുമ്പോൾ നമുക്ക് 44 ഇഞ്ച് വീതിയുള്ള ക്ലോത്തിൽ ചെയ്യാം. അപ്പോൾ 60 ഇഞ്ച് വീതിയുള്ളതിൽ ഇത് നമുക്ക് ബ്ലാക്കിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. കോമൺ എല്ലാവർക്കും ആവശ്യം അതായിരിക്കും, അതുകൊണ്ടാണ്. അപ്പം നമ്മളിതൊരു 60 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആക്കിയിട്ട് മനസ്സിലാക്കുക. പേപ്പറിൽ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും, അതിന് വേണ്ടിയിട്ട് പേപ്പറിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനെ ഇതിങ്ങനെ നമ്മൾ കോണാക്കി മടക്കി 60 ഇഞ്ച് വീതിയുള്ള ക്ലോത്തിനെ, ഇപ്പോൾ ക്ലോത്തിൻ്റെ വീതി 60 ഇഞ്ചാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ മടക്കുമ്പോൾ നല്ലോണം കിട്ടും, നല്ല സൈസിൽ കിട്ടും. അങ്ങനെ മടക്കുമ്പോൾ നമുക്ക് അപ്പോൾ 60 ഇഞ്ച് വീതിയുള്ള ക്ലോത്തിന് എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ പറയുന്നുണ്ട്. തുണി നമുക്ക് എത്ര വേണ്ടി വരും എന്നുള്ളത്. എന്നാൽ നമ്മൾ ആ 12 ഫേസ് റൗണ്ടിന്റെ പകുതി അടയാളപ്പെടുത്തില്ല, ആ 12 ആ കോണിൽ നിന്ന് എവിടേക്കാണ് വരുന്നത് നമ്മൾ നോക്കുക. ഫേസ് റൗണ്ട് 12, അതായത് ഈ ഫോൾഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്തുന്നത് ആണ് നമ്മൾ എഴുതി വെച്ച അളവ് കേട്ടോ. ലെങ്ത് ഒക്കെ ഫോൾഡ് ചെയ്താലും അല്ലാഞ്ഞാലൊക്കെ ഒരേപോലെ തന്നെയാണല്ലോ വരിക. അങ്ങനെ ടാപ്പ് ഇങ്ങനെ കോണിൽ നിന്ന് താഴോട്ട് പിടിച്ച് എവിടെയാണോ നമുക്ക് 12 കിട്ടുന്നത് അതേ സ്ഥലത്തേക്കാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. നമ്മളിതിപ്പോൾ പേപ്പറിലായതുകൊണ്ട് മേലെയാക്കിയിട്ടാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ഫേസ് റൗണ്ടിൻ്റെ അളവ് എത്രയാണോ അത് എവിടെയാണ് ഈ കോണിൽ നിന്ന് താഴോട്ടേക്ക് കിട്ടുന്നത് അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഈ വരച്ച ലൈന് നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം 12 ഇഞ്ച്. അങ്ങനെ ആ പോയിന്റിൽ നിന്ന് ഫ്രണ്ട് പാർട്ട്, അതായത് ആ ഫോൾഡിങ് സൈഡ് ഇല്ലേ തുണിയുടെ, പേപ്പറിൽ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഈ ഫോൾഡിങ് സൈഡ് ഫ്രണ്ട് ലെങ്ത്ത്. അപ്പോൾ ആ ഫോൾഡിങ് സൈഡിൽ ആ ഫേസ് റൗണ്ടിൻ്റെ നമ്മൾ 12 ഇഞ്ചിന് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി അവിടെ നിന്ന് താഴോട്ടേക്കാണ് 35 ഇഞ്ച് എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇത് പേപ്പറിലും കാണിച്ച് പിന്നെ തുണിയിലും കൂടി കാണിക്കുമ്പോൾ നല്ലോണം മനസ്സിലാവും. തുണി നീക്കി വരുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ നമ്പർ ഉണ്ട്, ഫ്രണ്ടിൽ വീഡിയോയുടെ തുടക്കത്തിലും ലാസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വിളിച്ച് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരും. പിന്നെ ബാക്കിൽ ഈ ഫോൾഡിങ് സൈഡിൽ 50 ഇഞ്ച് നമ്മൾ ബാക്ക് ലെങ്ത്ത്, ആ ബാക്ക് ലെങ്ത്ത് 50 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ ഭാഗത്ത് 12 ഇഞ്ച്, ഫ്രണ്ടിൽ 35 ഇഞ്ച്, ബാക്കിൽ ഇവിടെ 50 ഇഞ്ച്. അപ്പോൾ ഇത്ര അളവുകൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഈ അളവുകൾ ഈ 35 നിന്ന് 35 ഫ്രണ്ട് ഇറക്കം കുറവാണല്ലോ, അതിനേക്കാളും കൂടുതൽ 15 ഇഞ്ച് കൂടുതലാണ് ബാക്കിൽ. അപ്പം അതിലേക്ക് നമ്മളിങ്ങനെ ഷേപ്പിൽ വരച്ച് കൊടുക്കണം. ചോക്ക് വെച്ചിട്ട് ആ പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് അതിലേക്ക് കൂടി കട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വേണേൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട് ഇനിയിപ്പോൾ 35 വേണ്ടാന്ന് വിചാരിക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല വ്യത്യാസം വരും. ബാക്ക് നല്ല ലെങ്ത്തും വേണമെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഷേപ്പില്ലാതെ കുറച്ചൊരു കേവ് ഫ്രണ്ടിലേക്ക് കുറച്ചും കൂടി കയറിയിട്ടൊരു എസ് ഷേപ്പിലേക്ക് വരുന്ന രൂപത്തിലൊക്കെ നമുക്ക്
ചെയ്യാം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് നമുക്കൊന്ന് ഇപ്പൊ 35 എന്നുള്ളത് 28 ആണെങ്കിൽ അവിടെ നിന്ന് താഴോട്ടേക്ക് പകുതി വരെ ഒരു ഷേപ്പ് എന്നിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഷേപ്പ് മാറ്റിയെടുത്ത് കൊണ്ടുവരാം. ഞാനിപ്പോ മക്കനയിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇങ്ങനെ അവിടെ വരെയാണ് നമുക്ക് ലെങ്ത് വേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു എസിന്റെ തുടക്കം പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഈ 50ലേക്ക് ഇങ്ങോട്ടേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചിലർക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വല്ലാതെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം പഴയ സാരിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നല്ല തുണിയിലേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു സൗകര്യമായിരിക്കും, വേസ്റ്റ് ആവില്ലല്ലോ തുണി. പിന്നെ ഇതാ നമ്മളെ തുണീനെ മടക്കി വെച്ചിട്ടുള്ള രൂപമാണ് കാണുന്നത്. അപ്പം 12 ഇഞ്ചാണിത്. ഫോൾഡിങ് സൈഡ് ഒന്ന്, മറ്റേത് ഓപ്പൺ സൈഡ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ 12 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി, ഇവിടുന്ന് താഴോട്ടേക്ക് ഇങ്ങോട്ടേക്ക് 35 അടയാളപ്പെടുത്തി. ഈ ഫോൾഡിങ് സൈഡിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 50 അടയാളപ്പെടുത്തി. ഇത്രയാണ് അടയാളങ്ങൾ വരുന്നത് കേട്ടോ. ഇത് തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക. ആ 2 പോയിന്റ്, ആ ലൈനുകൾ രണ്ടുമാണ് കട്ട് ചെയ്യാനുള്ളത്. മേലെയുള്ള 12 ഇഞ്ചിൻ്റെ ലൈനും താഴത്തെ ഈ 50 ഇഞ്ചും 35 ഇഞ്ചും തമ്മിലുള്ള ജോയിൻറ്റിൻ്റെ ലൈനും. ഇതുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. തുണി ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ഇങ്ങോട്ട് തിരിച്ചു വെച്ചാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ കുറച്ച് ഷേപ്പ് വ്യത്യാസപ്പെടുത്തി ഞാൻ ആ പേപ്പറിൽ കാണിച്ചു തന്നതുപോലെ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് കട്ട് ചെയ്ത് മേലെയുള്ള ലൈനിലേക്ക് കൂടിയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ആ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതിന് കാര്യമായിട്ട് ഉള്ളത് കട്ടിങ് കഴിഞ്ഞു. ഇതിന് കാര്യമായിട്ട് വരുന്നത് ഫ്രണ്ടിൽ നമ്മളൊരു പീസ് വെക്കുന്നുണ്ട് നെറ്റിയുടെ അവിടെ. ആ പീസ് വെക്കാൻ നമുക്ക് തുണി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാകുമ്പോൾ സൈഡിൽ വരുന്ന പീസുമെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. തുണി ഈ മേലെ കോൺ ഷേപ്പിലുള്ള ആ ഒരു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെങ്ങനെയാണ് കട്ട് ചെയ്യണത് എന്നൊക്കെ ഇപ്പോൾ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ച് തരാം. എന്നിട്ട് പറയുമ്പോഴാണ് കുറച്ചും കൂടി ക്ലിയർ ആവുക. ഈ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് ഇപ്പോൾ തുണിയിലും കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ഫ്രണ്ടിൽ വെക്കുന്ന പീസിന് നമുക്ക് ചിലതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും താടിയുടെ ഭാഗത്തും അതേപോലെ തന്നെ ഒരു പീസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കേണ്ടവർക്ക് മേലെ എങ്ങനെയാണോ നമ്മൾ പീസ് കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് താഴെ കൊടുക്കേണ്ടത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അത് ഭയങ്കര ഇടത്താടിയൊക്കെ ഉള്ള ആളുകൾ അങ്ങനത്തതാണ് യൂസ് ചെയ്യുക. കാരണം ഡബിൾ ചിന്നെന്നറിയല്ലോ, കട്ടി ഫേസിന് ഭയങ്കര സൈസുള്ള വരുന്നത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നമ്മളാ കട്ട് ചെയ്ത ഭാഗം ആണ്. ഈ ഭാഗത്തേക്കാണ് നമുക്ക് പീസ് കൊടുക്കാനുള്ളത്. അപ്പം നമ്മൾ ഇവിടെ കൊടുക്കാനുള്ള പീസിനും ക്രോസ് ആക്കിയിട്ട് തന്നെ മടക്കണം തുണീനെ. നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ആദ്യം എല്ലാവരും ഒന്ന് പേപ്പറിനകത്ത് കട്ട് ചെയ്തിട്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കോണാക്കി ഫോൾഡ് ചെയ്തിട്ട് അതിനെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. ആ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ വലിയ അളവിൽ നമ്മൾ ചെയ്യണ സമയത്ത് ഇതിൻ്റെ ലെങ്ത് ഒരു 7 ഇഞ്ച് ഫോൾഡിങ്ങിലാണ് പറയുന്നത് കേട്ടോ. 7 ഇഞ്ച്. ഇതിപ്പോൾ ഓപ്പൺ ആണ് മക്കനൻ്റെ പീസ് കാണിക്കുന്നത്. ഈ ഒരു പീസ് കൊടുക്കുന്ന കഷ്ണം 7 ഇഞ്ച് ഫോൾഡിങ്ങിൽ 7 ഇഞ്ച്. അതിൻ്റെ വീതി ഒരു 4 അല്ല 4.5 അത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. വീതി വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ 4.5 കൂടുതൽ വേണ്ട, അപ്പം അങ്ങനെ തൂങ്ങിയ പോലെ നിൽക്കും. 4 ഇഞ്ച് 4.5 ഇഞ്ച് 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് പോവും. ആ ഒരു പോയിന്റിൽ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായ ഇങ്ങനെ കോണാക്കി മടക്കി ഒന്നുകൂടി മടക്കിയിട്ട് അപ്പം എന്തായി പകുതി അളവാണ് നമ്മൾ കാണുന്നത്. നമ്മൾ 12 ഇഞ്ചാണ് നേരത്തെ മുഖത്തിന് റൗണ്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത്. അപ്പോൾ അതേപോലെ 12ന്റെ സ്ഥാനത്തേക്ക് കൊടുക്കുന്ന ഇതിന് 7 ഇഞ്ചാണ് വേണ്ടത്. കുട്ടികളുടേതും നമ്മൾ അതിനനുസരിച്ചിട്ട് വ്യത്യാസം, അതായത് 12ൽ നിന്ന് 7ലേക്ക് 4 ഇഞ്ചിൻ്റെ വ്യത്യാസമില്ല. അതേപോലെ കുട്ടികളതും ചെയ്താൽ മതി. അപ്പോൾ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞ ഈ പീസിനെ നമ്മൾ ആദ്യം തന്നെ ഒന്നുകിൽ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓവർലോക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യമാണെന്ന് വെച്ചാൽ ലോക്ക് ചെയ്തിട്ട് ആ എൻഡ് വൃത്തിയാക്കുക. അല്ലെങ്കിൽ ചെറുതാക്കി എൻഡിലൊന്ന് തയ്ച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചെടുത്താൽ മതി. നമ്മൾ കെട്ടാനൊക്കെ ഉഴുപ്പിനൊക്കെ കെട്ടാനുള്ള കയറിനെ മറിച്ചെടുക്കുന്നുണ്ടല്ലോ, ചീത്തവശത്ത് തയ്ച്ചിട്ട് മറിച്ചെടുക്കുമല്ലോ, അതേപോലെ മറിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിവിടെ കറക്റ്റ് 2ന്റെ സെൻറ്റർ ഇങ്ങനെ കണക്കാക്കിയിട്ട് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്ന മാതിരി ഇവിടുന്ന് ഒരു വശത്തേക്ക് തയ്ച്ച് തിരിച്ചിവിടെ വന്ന് വീണ്ടും ഇപ്പുറത്തേക്ക് വന്ന് സെൻറ്ററിൽ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇത് തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പം പിന്നെ ഫേസിന്റെ എൻഡ് വരെ എത്തൂലട്ടത് മനസ്സിലായില്ലേ. 12 ഇഞ്ചാണ് ഫേസിന്റെ ലെങ്ത് വരുന്നത്, ഇത് 7 ഇഞ്ചാണ് വരുന്നത്. അപ്പം അത്ര എത്തൂല. ബാക്കി ഭാഗം ഫ്രീ ആയിട്ടാണ് ഉണ്ടാവുക. ആ ഭാഗത്തേക്കാണ് ചിലർ താഴെയും ഇതേപോലെ പീസ് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ താഴെ ഭാഗം നമ്മൾ നമ്മുടെ ഫേസിനെ കണക്കാക്കിയിട്ട്
തയ്ച്ച് കൊടുക്കുക. തയ്ച്ച് കൊടുക്കുമ്പം ആദ്യം നല്ല വശത്ത് വെച്ചിട്ട് തന്നെ ഒരു 1/4 ഇഞ്ചിലും കുറഞ്ഞ അളവിൽ തയ്ക്കുക. എന്നിട്ട് പിന്നെ മറിച്ച് ചീത്ത വശത്തും തയ്ക്കുക. അപ്പം എന്താ, ഈ മക്കനെ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലൊന്നും അത്ര വൃത്തികളുണ്ടല്ലോ. റോങ് സൈഡിലെ തയ്യൽ തുമ്പ് ഇങ്ങനെ കാണുന്നത്. കാരണം ഈ പർദ്ദ ക്ലോത്ത് ആകുമ്പോൾ നൂലിങ്ങനെ ഒരു തെള്ളിയ പോലെ നിൽക്കുമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് താഴെ വരെ തയ്ച്ച് കൊടുക്കുക. താഴെ വരെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നല്ല വശത്തിന് 1/4 ഇഞ്ചിലും കുറഞ്ഞ രൂപത്തിൽ തയ്ക്കുക. എന്നിട്ട് മറിച്ചിട്ട് പിന്നെ ചീത്തവശത്ത് സാധനം തയ്ക്കുമ്പോഴത്തേക്ക് ഏറ്റവും താഴെ അടിഭാഗം മടക്കി തയ്ക്കുക. അടിഭാഗം മടക്കി തയ്ക്കുമ്പോഴുള്ള പ്രശ്നത്തിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അത് അംബ്രല കട്ട് ചുരിദാറൊക്കെ തയ്ക്കുന്നവർക്കും അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ഈ വീഡിയോൻ്റെ ഈ ഭാഗം തന്നെ കൃത്യമായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ അത് ഞാൻ ഫ്രണ്ട് ഭാഗത്ത് ക്ലോത്തിലുള്ളത് കാണിക്കുകയാണേ. അപ്പോൾ തുണീനെ ഇത് ഡബിളാണ് തുണി, അതൊന്ന് കോണാക്കി മടക്കി എന്നിട്ട് ഇത് വീണ്ടും കോണാക്കി മടക്കി. മനസ്സിലായില്ലേ? എന്നിട്ട് ഇതിൻ്റെ വീതിയാണ് ആ മേലെ വശത്ത് ഞാൻ 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ വരെ 12 ഇഞ്ചിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത്രയാണ് വരിക. അതിനേക്കാളും കുറച്ചിട്ടത് 7 ഇഞ്ചിൻ്റെ കണ്ടില്ലേ. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 ലൈനും ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ 12 ഇഞ്ച് വരെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഒരു ഇറിറ്റേഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഇനി ആ ഭാഗം കവർ ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതേപോലെ താഴത്തു നിന്ന് ഇങ്ങോട്ടേക്കും ഒരു പീസ് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എൻഡ് തയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്ത് നിവർത്തി കഴിഞ്ഞാൽ ഇത്രയും. അപ്പം ഇതിൻ്റെ ലെങ്ത്ത് 7 14 ഇഞ്ചുണ്ടാവും. ഇതിൻ്റെ അറ്റം വളരെ അറ്റത്താക്കിയിട്ട് മാത്രം തയ്ക്കണം. നിങ്ങൾക്ക് ഇത് പിടിച്ചാൽ കിട്ടാത്ത തുണിയാണ്, അധികം പർദ്ദ തുണി ഉണ്ടാകും. അപ്പം പിന്നൊക്കെ കുത്തിയിട്ട് ചെയ്താൽ ബിഗിനേഴ്സിന് കുറേം കൂടി എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ ആദ്യം പഴയ സാരിയിലൊക്കെ ചെയ്ത് നോക്കി. എന്നിട്ട് തിരിച്ചിടാൻ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഭാഗം തയ്ക്കാതെ ഇട്ടിട്ട് ഉള്ളിൽ മറിച്ചിങ്ങോട്ടേക്ക് എടുത്തിട്ട് തയ്ച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ ഇത്രയും എൻഡ് ആക്കിയിട്ടാണ് ഞാനിത് തയ്ച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ലാസ്റ്റ് മാത്രം ഞാൻ ഒഴിവാക്കിയിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് കൂടി ഇതിനെ മറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മറിച്ചെടുക്കുമ്പോൾ തുണിയുടെ ഞാൻ പറഞ്ഞില്ലേ റോങ് സൈഡ് നമുക്ക് ആ നൂലിങ്ങനെ തെള്ളിയ പോലെ നോക്കില്ല. ഇപ്പോൾ അത് മറിച്ചെടുത്ത് ഇതിനുള്ളിലേക്ക് കൂടി ഈ ഭാഗത്തേക്ക് കൂടിയാണ് ഇപ്പം മറിച്ചെടുത്തിട്ടുള്ളത്. നീ അവിടെ ഒന്ന് മടക്കി അത് ആ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകുന്ന രൂപത്തിൽ മടക്കിയിട്ട് ഒന്നങ്ങനെ പ്രസ് അടി അങ്ങോട്ട് കൊടുക്കുക. ആ പ്രസ് അടിയും കൂടി കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള പൊസിഷനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കാണുക. ഇതാണ് സെൻറ്റർ. അത് നമ്മൾ ചോക്ക് വെച്ച് അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ മക്കനയുടെ കറക്റ്റ് സെൻറ്റർ ഭാഗവും ചോക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ 2 പോയിന്റുകളും തമ്മിൽ ഇതേപോലെ ഇതാണ് 2 സെൻറ്റർ ഭാഗം. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ സ്ലീവ് എങ്ങനെ തയ്ക്കൽ, സെൻറ്ററിൽ നിന്ന് തുടങ്ങി എൻഡ് വരെ വന്ന് അവിടുന്ന് വീണ്ടും തിരിച്ച് സെൻറ്ററിലേക്ക് എത്തി, പിന്നെ മറ്റേ സൈഡിലേക്ക് പോയി അവിടുന്ന് വീണ്ടും തിരിച്ച് സെൻറ്ററിൽ വെച്ച് അവസാനിപ്പിക്കും. ഇതേപോലെ ഇതിന് അത് തയ്ക്കുന്നതിന് മുമ്പ് ഈ ഭാഗം, ഈ മക്കനയുടെ ഈ ഭാഗം 1/4 ഇഞ്ചിൽ കുറഞ്ഞ രീതിയിൽ ഒന്ന് മടക്കി തയ്ക്കുക. അപ്പം അതിൻ്റെയും തയ്യൽ തുമ്പിൻ്റെ അവിടെ നൂലിങ്ങനെ തെള്ളിയ പോലെ നിൽക്കൂല. സലഫി മക്കൾ നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങുന്നത് നോക്കണ്ടേ, നല്ല ഫിനിഷിംഗ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കും ചെയ്യാം. അപ്പോൾ ഇതിനിപ്പോൾ 1.5 മീറ്റർ ക്ലോത്തേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. പർദ്ദ ക്ലോത്ത് ഇപ്പം 150 രൂപ മുതലുണ്ട്. പർദ്ദ ക്ലോത്ത് തന്നെ വേണമെന്നില്ല കേട്ടോ. ചൂടെടുക്കുന്ന ആളുകൾക്ക് ഇതേപോലെ പ്ലെയിൻ ബ്ലാക്ക് റയോണിലൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാം. കാരണം ചിലർക്കൊക്കെ ഈ പർദ്ദ ക്ലോത്തിന് ചൂട് സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ നല്ല ചൂടുമല്ലേ. അപ്പം ഇത് തന്നെ യൂസ് ചെയ്യുന്നവർക്ക് കോട്ടൺ ക്ലോത്തിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഇവിടെ എത്തിയിട്ട് പലരും ചോദിക്കുന്ന അവിടെ എത്തിയിട്ട് എങ്ങനെയാണ് അവിടെ അങ്ങനെ നമ്മൾ കുത്തി നിർത്തുക. എന്നിട്ട് പ്രഷർ ഫൂട്ട് പൊക്കിയിട്ട് തുണിനെ മാത്രം ഇങ്ങോട്ട് തിരിക്കുക. തിരിച്ച് അവിടെ നിന്ന് ഈ സെൻറ്റർ വരെ നമ്മൾ സെൻറ്ററിൽ നിന്നാണല്ലോ തുടങ്ങിയത്, അവിടെ അങ്ങോട്ടേക്ക് നിൽക്കുക. അപ്പോൾ ഈ ഇങ്ങനെ ഇപ്പം തയ്ക്കുന്ന സമയത്ത് ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് തന്നെ വേണം. 1/2 ഇഞ്ച് തന്നെ വേണം എന്നുള്ളതിൻ്റെ കാരണം നിങ്ങൾക്കിപ്പം നോക്കിയാൽ ഇതിൻ്റെ ഇപ്പം തയ്ച്ച് കഴിഞ്ഞു കണ്ട 1/2 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ്. എന്നിട്ട് ഈ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനെ നമ്മൾ പ്രസ് ചെയ്ത് തയ്ക്കണം. അവിടെ ഒരു ഡബിൾ, നിങ്ങൾ റെഡിമെയ്ഡ് മക്കനയിൽ നോക്കിയാൽ കാണാം, അവരുടെ ഡബിൾ സ്റ്റിച്ച് ആയിട്ടാണ് കാണുക. അങ്ങനെ അവിടെ പതിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തേക്കുള്ള ആ എക്സ്ട്രാ കൊടുത്ത പീസില്ല അതിൻ്റെ പ്രൊജക്ഷനും നല്ല ഫിനിഷിങ്ങിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നവർക്കാണ് അതെങ്ങനെ അവിടെ നേരെ നിൽക്കുന്നത് എന്നൊക്കെ. ഇങ്ങനെ എല്ലാവരും ഈ ഹിജാബ് മക്കനകളൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് അത്ര വൃത്തിയിൽ എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളതൊക്കെ. അപ്പം ഈ മക്കന തയ്ക്കുന്ന സമയത്ത് ഈ ഒരു പ്രസ് അടി നിർബന്ധമാണ്. ഇതിങ്ങനെ പതിച്ച് ആ തയ്യൽ തുമ്പ് മേലോട്ടേക്ക് മക്കനയുടെ നമ്മൾ എക്സ്ട്രാ കൊടുത്ത പീസിൻ്റെ ഭാഗത്തേക്കല്ല മറ്റേ വശത്തേക്കാക്കിയിട്ട് പതിച്ച് അങ്ങോട്ടേക്ക് തയ്ച്ചാൽ നല്ലൊരു ഫിനിഷിങ് അവിടെ കിട്ടും. കണ്ടില്ലേ ഈ ഒരു തയ്യൽ. ഇനി ഇതൊന്ന് അയൺ ചെയ്യുകയും കൂടി ചെയ്യുമ്പോൾ അതങ്ങോട്ട് കറക്റ്റായിട്ട് നിൽക്കും.
എന്നിട്ട് നമ്മുടെ മുഖത്തിന്റെ അളവിൽ കണക്കാക്കിയിട്ട് ഇപ്പൊ നല്ല വശമാണ് ഈ പുറത്ത് കാണുന്നത്. മുഖത്തിന്റെ അളവിൽ കണക്കാക്കിയിട്ട് 1/4 ഇഞ്ചിലും കുറഞ്ഞ രീതിയിൽ ആദ്യം താഴെ വരെ തയ്ക്കുക. എന്നിട്ട് മറിച്ച് പിന്നെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പം എന്താ ആ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് പോയി നല്ല ഫിനിഷ് ആയിട്ടുണ്ടാവും. ഇനിയാണ് ഞാൻ പറയാൻ പോണത് താഴെ ഭാഗം മടക്കി. ഇതിപ്പോ 1/4 ഇഞ്ചിനേക്കാളും കുറഞ്ഞ തയ്യൽ തുമ്പ് കണ്ടില്ലേ, ഇത്രേ വരുന്നുള്ളു. അതിന് നമ്മൾ മറിച്ചെടുത്തിട്ട് അപ്പൊ അത് മറ്റേൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും തുണി കാണാൻ. മക്കനെ മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും ഒക്കെ ഒരേപോലെ ഉണ്ടാവും. ഇപ്പൊ ഈ കാണുന്നത് നല്ല വശാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി ഇതാ താഴെ ഭാഗം മടക്കി തയ്ക്കുമ്പോൾ എല്ലാവരും അത് അമ്പർല കട്ട് ചുരിദാറാണെങ്കിലും ഏലൈൻ ചുരിദാറിനാണെങ്കിലും താഴെ ഭാഗം മടക്കി അടിക്കുമ്പോൾ വളഞ്ഞ് പൊളഞ്ഞ് പോകണമെന്ന് എല്ലാവരും പരാതിയാണ്. അപ്പം നമ്മൾ 1/4 ഇഞ്ചിലും കുറഞ്ഞ രീതിയിൽ ആദ്യം 1/4 ഇഞ്ചാണെങ്കിൽ 1/4 ഇഞ്ച് ആദ്യം തയ്ക്കുമ്പോൾ എൻഡിലേക്ക് മീൻസ് ഫോൾഡിങ്ങിൻ്റെ എൻഡ് ഭാഗത്തേക്കാണ് വരേണ്ടത്. തുണി വലിച്ചു പിടിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ മടക്കി ഇങ്ങനെ വിരലോടൊന്ന് പതിച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഭാഗത്തേക്ക് ഈ ഭാഗമൊക്കെ കുറച്ച് നല്ലോണം വളവുള്ള ഭാഗമാണ്. നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അവിടെ തുണി വലിയുമ്പോൾ താഴത്തേക്ക് പിരിച്ചിരി വരും. തുണീനെ വലിക്കാതെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു വിരലുകൊണ്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതുമേലേക്ക് കൂടി മെഷീൻ കയറി ഇറങ്ങുക. ഇത് കണ്ടില്ല, ഈ ഭാഗത്തേക്കല്ല, കരയുടെ ഭാഗത്തേക്കല്ല, മറ്റേ മേലെ വശത്താണ് തയ്യൽ വരുന്നത്. അങ്ങനെ വരുമ്പോഴേ ആ പിരിയൽ തുണിക്ക് ഇല്ലാതിരിക്കുകയുള്ളൂ. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുക. ബിഗിനേഴ്സ് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിപ്പോൾ കണ്ടില്ലേ, ഈ അറ്റത്താണ് വരുന്നത്. തുമ്പ് ഇപ്പുറത്തെ സൈഡിലുമാണ് വരുന്നത്. എൻ്റെ ഇടതുവശത്തിന്റെ സൈഡിലാണ് തുമ്പ്. എന്നിട്ട് ഫുള്ള് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് തയ്ക്കുമ്പോൾ തുണീനെ മടക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ഇല്ലേ, ആ സ്റ്റിച്ച് മേലെ വശത്തായിട്ടുണ്ടാവും. അതുമേലെ കൂടി തന്നെ ഫുൾ റൗണ്ടിൽ തയ്ച്ചിങ്ങനെ പോകാം. മനസ്സിലായ? ഇതിനി ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞുതരും. അപ്പം നമ്മൾ നേർക്കുനേർ പറയുമ്പോൾ കുറേം കൂടി ക്ലിയർ ആവും. മനസ്സിലായില്ലേ? ഫുൾ റൗണ്ട് അങ്ങോട്ടേക്ക് ചെയ്യുക. ഇനി പിന്നെ ഓവർലോക്ക് ചെയ്യാനുള്ള ഇന്നർ ലോക്ക് ചെയ്യാനുള്ള മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതായത് ഇലക്ട്രിക് മെഷീൻ ആണെങ്കിൽ ജിഗ്സാഗ് സ്റ്റിച്ചിൽ റോൾ ഹെം ചെയ്താലും ഇതേ ഫിനിഷിങ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നേര് ലേസ് ഇവിടെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കൊക്കെ ചെയ്യാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐഡിയക്കനുസരിച്ച് ഇങ്ങനെ ചെയ്തു വരിക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും യൂസ്ഫുൾ ആയി നിൽക്കുന്നു. കുറേ ആളുകൾ കുറച്ച് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നോമ്പിനോട് അടുപ്പിച്ച് ഒരുപാട് ആളുകൾ ചോദിച്ചത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ആക്കിയത്. നോമ്പൊക്കെ എല്ലാവരും നല്ല നിലയിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാനും നിങ്ങളോടൊപ്പം തന്നെ അതായത് ശ്രമത്തിലാണ്. നമ്മുടെയൊക്കെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുന്ന സൽക്കർമ്മമായി മാറട്ടെ. ഇൻഷാ അള്ളാഹ് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റ് എന്താണെന്ന് വെച്ചാലും കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ചിങ് താല്പര്യം ഇല്ലെങ്കിലും അതിലുള്ള ആളുകൾ ഉണ്ടാവില്ല. അപ്പം അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കൊരു ഉപകാരമാണല്ലോ. അതേപോലെ നമ്മൾ വാട്സപ്പ് ക്ലാസ് ഇൻഷാ അള്ളാഹ് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ വാട്സപ്പ് ക്ലാസ്സിന് താല്പര്യമുള്ളവർക്ക് സ്റ്റാർട്ടിങ് മുതൽ ഒന്നും അറിയാത്തവർക്ക് മുതൽ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്ന രൂപത്തിലാണ് പഠിപ്പിക്കുന്നത്. അവർ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മക്കനയുടെ അളവിനെ കുറിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. ഏറ്റവും വലിയ മക്കനാണെങ്കിലും 60 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ് എപ്പോഴും നല്ലത്. കുട്ടികൾക്കും പിന്നെ മെലിഞ്ഞിട്ടുള്ള ഒരാളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കും വേണമെങ്കിൽ 44 ഇഞ്ച് വീതിയുള്ള മക്കന ക്ലോത്തിൽ തന്നെ സാധാ ക്ലോത്തിൽ തന്നെ തയ്ക്കാം. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. അസ്സലാമു അലൈക്കും.